ഓക്കെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ടാറ്റയുടെ പുതിയതായിട്ട് വരാൻ പോകുന്ന ഹാരിയർ EV പറ്റിയായിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള EV പ്രാന്തന്മാർ കാത്തിരിക്കുന്ന ഒരു വേരിയന്റ് ആണ് ടാറ്റ ഹാരിയർ. ആറുടെ വരവിന് ശേഷം മഹീന്ദ്രയുടെ BE6-നും XEV9eക്കും ഒത്ത എതിരാളിയാണ് ടാറ്റയുടെ ഈ വരാൻ പോകുന്ന ഹാരിയർ. ടാറ്റ ഹാരിയർ EV 2023 ഓട്ടോ എക്സ്പോ മുതൽ കണ്ടു വരുന്ന രണ്ട് വണ്ടികളാണ് ടാറ്റയുടെ വെയിറ്റിംഗ് ഉള്ളത്. ടാറ്റ ഹാരിയർ EVയും ടാറ്റയുടെ CRI EVയും. അതിൽ ടാറ്റ ഹാരിയർ EV അറൗണ്ട് ഈ വരുന്ന ആഴ്ചയും അടുത്ത ആഴ്ചയുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പുലിക്കുട്ടിയാണ്. മഹീന്ദ്ര BE6ഉം XEV9 ഒക്കെ റിയർ വീൽ എന്ന് പറഞ്ഞ് ചാടിച്ചങ്ങോട്ട് വിട്ടപ്പോൾ ടാറ്റ ഇറക്കിയത് ഓൾ വീൽ ഡ്രൈവുമായിട്ടാണ്. അതായത് ഒരു 4x4 വെഹിക്കിളായിട്ടാണ് ടാറ്റ ഈ പ്രാവശ്യം ടാറ്റയുടെ ഹാരിയർ EV പുറത്തിറക്കുന്നത്. ഓൾമോസ്റ്റ് ടാറ്റയുടെ ആ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം കൊണ്ട സംഭവമാണ്. ഒത്തിരിയധികം ഫീച്ചേഴ്സും ഒത്തിരിയധികം മാറ്റങ്ങളുമായിട്ട് ടാറ്റ ഹാരിയർ EV മാർച്ച് മാസം അവസാനം എത്തുന്ന റൂമർ കേൾക്കുന്നു. എങ്ങനെ പോയാലും മെയ്ക്കുള്ളിൽ നമ്മുടെയൊക്കെ റോഡുകളിൽ ടാറ്റ ഹാരിയർ EV കാണാം. എക്സ്റ്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആകെ കൂടെ പെട്ടെന്ന് കണ്ണിൽ പിടിക്കുന്നത് ഫ്രണ്ടിലത്തെ ഗ്രില്ല് അവരങ്ങ് അടച്ചു. EV ആയതുകൊണ്ട് ഗ്രില്ലിന്റെ ആവശ്യമില്ല, സോ അതങ്ങ് അടച്ചു. ഒരു ക്ലോസ്ഡ് ടൈപ്പ് ഗ്രില്ലാണ് നമുക്ക് ഹാരിയർ EV കിട്ടുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എക്സ്റ്റീരിയറിലുള്ളതെല്ലാം നോർമൽ ഹാരിയറിലുള്ള അത് തന്നെ ആയിരിക്കും എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാം. കാരണം നമ്മൾ വീഡിയോ കണ്ടല്ലോ. വരുന്ന കളേഴ്സ് ഏതൊക്കെയാന്ന് പറയാം. റൂമറിൽ പറയുന്നത് വൈറ്റ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്. ഈ 4 കളേഴ്സ് ആയിരിക്കും മോസ്റ്റ് പ്രോബബിളി നമുക്ക് ഹാരിയറിന് കിട്ടുക. എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് ഈ പറഞ്ഞ ഡാർക്ക് എഡിഷനും പിന്നെ പുതിയ ഹാരിയറിന്റെ സ്റ്റെൽത്ത് എഡിഷനും ഈ പറഞ്ഞ EVയിൽ നമുക്ക് കിട്ടും. എക്സ്റ്റീരിയറിലെ വലിയ മാറ്റം എന്ന് പറയാൻ അലോയ് വീല് ചേഞ്ചസ് കാണും. ഓഫ് കോഴ്സ് EV ആണ്, സോ നമുക്ക് ഡീസലിൽ കിട്ടുന്ന ആ അലോയ് വീൽ ആയിരിക്കും ഇതിൽ EV വരുന്നത്. 19 ഇഞ്ചിന്റെ അലോയ് വീൽ തന്നെ ആയിരിക്കും വരുന്നത്. ഫ്രണ്ടിലുള്ള 4 സൈഡിലുള്ള 360 ക്യാമറാസ്, വൈപ്പേഴ്സിന്റെ സെൻസർ, അഡാസ് ഫീച്ചർ, അത് കൂടാതെ ഓട്ടോമാറ്റിക് പാർക്കിംഗ് അല്ലെങ്കിൽ സമൺ മോഡ് എന്ന് പറഞ്ഞ കുറെ എന്തൊക്കെയോ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. റിമോട്ടിൽ ഇത്ര മീറ്റർ നമുക്ക് തന്നെ മുമ്പോട്ട് കൊണ്ടുവരാം. BE6 സെയിം സംഭവം തന്നെ. അതുപോലെ ഓട്ടോ പാർക്കിംഗ് ഫീച്ചർ, അതുപോലെ അഡാസ് ലെവൽ 2 തന്നെ ആയിരിക്കും വരുന്നത്. 2+ഉം 3 നോ ചാൻസ്. കാരണം അതിന്റെ ലോഞ്ചിന് ഹാരിയർ EV തന്നെയായിരുന്നു പരിപാടിക്ക് വന്നിരുന്നത്. നമ്മൾ വീഡിയോയ്ക്കകത്ത് കണ്ടായിരുന്നു തന്നെ ഇറങ്ങി വരുന്നത്. അപ്പൊ തന്നെ ഒരു ഉണ്ടായിരുന്നു കാണാൻ. റോഡിൽ ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് നോക്കി കാണേണ്ടത്. ഇന്റീരിയറിലോട്ട് വരുവാണെങ്കിൽ 12.3 ഇഞ്ചിന്റെ ഓട്ടോ നേരത്തെ ഉണ്ടായിരുന്ന JBLന്റെ സൗണ്ട് സിസ്റ്റം തന്നെ, ഡീസലിൽ ഉണ്ടായിരുന്ന സെയിം JBLന്റെ സൗണ്ട് സിസ്റ്റത്തോട് കൂടിയ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ വയർലെസ് ആയിട്ടുള്ള പക്ഷെ നല്ല ഫ്ലൂയിഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഈ ആ ഒരു 12.3 ഇഞ്ചിന്റെ ആ ഒരു ഡിസ്പ്ലേ ഇതിനകത്തും അതുപോലെ തന്നെ വരുന്നുണ്ട്. സെയിം 10.25 ഇഞ്ചിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വരുന്നുണ്ട്. സെയിം ഗിയർ ബോക്സിന്റെ സെയിം സ്ഥലം, സെയിം ഗിയർ ലീവർ, സെയിം റോട്ടറി ഡയൽ ബട്ടൺ, സെയിം സ്റ്റിയറിംഗ്, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഹാരിയർ ഡീസലിൽ എങ്ങനെയാണോ വന്നുകൊണ്ടിരുന്നത് അത് തന്നെ ആയിരിക്കും ഹാരിയർ EVയിൽ വരാൻ സാധ്യതയുള്ളത്. ഡ്യുവൽ ടോൺ സെറ്റപ്പിലുള്ള ഇന്റീരിയർ ആയിരുന്നു നമ്മൾ കണ്ടു വന്നുകൊണ്ടിരുന്നത്. EVക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് വേരിയൻസ് കുറവാണ്. മറ്റേ ഡീസൽ വെച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് അതായത് ഈ ട്രിംസ് കുറവായിരിക്കും. മെയിൻലി ഉള്ളത് അക്കംപ്ലിഷ്ഡ് കാണും, എംപവേർഡ് കാണും, പ്യുവർ കാണും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വേരിയൻസ് 4-3 വേരിയൻസ് ഒക്കെ ആയിരിക്കും EVയിൽ പ്രതീക്ഷിക്കുക. എല്ലാ വേരിയൻസിലും ഓൾ വീൽ ഡ്രൈവ് ആണെന്ന് കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ പൊളിക്കും. ഓൾ വീൽ ഡ്രൈവിന് അറിയാമല്ലോ, BE6 പോലൊന്നും ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ BE6 കാട്ടി മല കയറി പോകും. ഹാരിയർ ഒരു എമണ്ടൻ വണ്ടിയാണ്. അതായത് ഫോർച്യൂണറിന്റെ അടുത്തൊക്കെ കൊണ്ടിട്ടാൽ അതിനോടൊക്കെ ഒരു എന്താ പറയുക, പ്രസൻസിൽ, റോഡ് പ്രസൻസിലും ആ ഒരു സൈസിന്റെ പ്രസൻസിലൊക്കെ കെട്ടപിടിക്കുന്ന ഒരു വണ്ടിയാണ്. കാരണം അതിന്റെ മസ്കുലർ ഫീലും അതിന്റെ ആ ഒരു ഗാംഭീര്യമൊക്കെ ഭയങ്കര രസമാണ് ഹാരിയറിന്. ഈ ഒരു വണ്ടി പ്ലേസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ സിയാറ എന്ന് പറഞ്ഞ ടാറ്റയ്ക്ക് ഒരു പുതിയ വണ്ടി വരുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ടായിരിക്കും. അതായത് കർവ് ടാറ്റ സിയാറ, അത് കഴിഞ്ഞായിരിക്കും ഹാരിയർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അറൗണ്ട് ഒരു 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും അകത്ത് എക്സ്ഷോറൂം പ്രൈസിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ് ഹാരിയർ EV. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, വലിയ മാസീവ് ആയിട്ടുള്ള പനോരമിക് സൺറൂഫ്, ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ്, ബാക്ക് സൈഡിൽ ഇപ്പോഴും വെന്റിലേറ്റഡ് സീറ്റ് ഇല്ല. ബാക്കിയൊക്കെ സെൻട്രൽ ടണൽ ഇച്ചിരി പൊങ്ങിയായിരിക്കും, പക്ഷെ പ്ലെയിൻ ആയിരിക്കും. നോർമൽ ഹാരിയറിന് അത്രേനെക്കാട്ടി കുറച്ച് തൈസോപ്പൊട്ട് മേ ബി കുറയാനുള്ള ചാൻസ് വിദഗ്ധർ പറയുന്നു. അത് കുറയാനുള്ള ചാൻസ് ഉണ്ടെന്ന്. കാരണം ബാറ്ററി ഉള്ളത് കൊണ്ട് തന്നെ പൊങ്ങി ഇരിക്കുകയായിരിക്കും പുറകശം, പക്ഷെ അത് നോർമലായിരിക്കും, വലിയ സീൻ കാണില്ല. അടുത്ത മെയിൻ സംഭവം എല്ലാവരും കാത്തിരിക്കുന്നത് ടാറ്റയുടെ റേഞ്ച്, ടാറ്റയുടെ ബാറ്ററി പാക്ക്, ടാറ്റയുടെ മേ ബി വരാൻ ചാൻസ് ഉള്ളത്. കെർവിന് ഇപ്പോൾ അവർ കൊണ്ട് നിർത്തിയേക്കുന്നത് 55 കിലോവാട്ടിന്റെ 400-450 കിലോമീറ്റർ ഓടാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണ്. നേരെ ഉൾട്ടടിക്കാനാണ് സാധ്യത. കാരണം അപ്പുറത്തെ സൈഡിൽ അവർ 79 കിലോവാട്ടിന്റെ ബാറ്ററി ഉണ്ടെന്ന് പറയുന്നു. ആയതുകൊണ്ട് തന്നെ 80ന്റെ മുകളിലോട്ടുള്ള എത്ര കിലോവാട്ടാണോ അവർക്ക് തരാൻ പറ്റുന്നത് അത് അവർ തരും, അത് ഉറപ്പാണ്. 80 മുതൽ 89 പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 79 മുതൽ 89 കിലോവാട്ടിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ബാറ്ററി പാക്ക് ആയിരിക്കും അവർ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്.
എങ്ങനെ പോയാലും റിയൽ ലൈഫിൽ 500+, ഒരു 500-550 കിലോമീറ്റർ റേഞ്ച് ക്ലെയിം അല്ല, റേഞ്ച് റിയൽ ലൈഫിൽ കിട്ടാൻ സാധ്യതയുള്ള ബാറ്ററി പാക്ക് ആയിരിക്കും വെക്കുന്നത്. 700 കിലോമീറ്റർ ഒക്കെ റേഞ്ച് ക്ലെയിം ചെയ്യാൻ ഉള്ള ബാറ്ററി പാക്ക് ആണെന്ന് റൂമറിൽ പറയുന്നു. അങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ മോനെ സെയിൽ പിടിക്കാൻ പോകുന്ന ടാറ്റയുടെ ഏറ്റവും വലിയ ഒരു വണ്ടിയായിരിക്കും ഹാരിയർ EV. അതായിട്ട് മാറും നോക്കിയിരുന്നു. ഇപ്പൊ നമുക്ക് ആ സെഗ്മെന്റിൽ നോക്കുവാണെങ്കിൽ BE6ഉം XEV9യും BYDയുടെ ആറ്റോ 3യും ഒക്കെയാണ് മെയിൻലി നിൽക്കുന്നത്. ഈ BE6 ബാക്ക് സൈഡിലെ ലൈക്ക് സീറ്റിന്റെ കംഫോർട്ടിന്റെ അത് കൂപ്പ ആയതുകൊണ്ട് ഇച്ചിരി ശോകമാണ്. നമുക്ക് XEV9യും ഹാരിയറുമായിട്ട് കമ്പയർ ചെയ്യാം. ഇത് രണ്ടുമാണ് മെയിൻ എന്താ പറയുക വില്ലന്മാരായിട്ട് വരാൻ പോകുന്ന ഇന്ത്യയുടെ 2 പ്രൊഡക്ട്സ്. വി ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് രണ്ടും ഇന്ത്യൻ ബ്രാൻഡ്സ് ആണ്. അവർ തമ്മിൽ അടിയിടട്ടെ, കുഴപ്പമില്ല. സൈഡിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട് BYD. ബാറ്ററിയുടെ കാര്യത്തിൽ മാത്രം നമുക്ക് അതിനെ തൊഴുത് നിൽക്കാം. അതിൻ്റെ ബാറ്ററി ടെക്നോളജിയുടെ അടുത്ത് ഈ 2 കമ്പനീസും വരത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു കമ്പനി ആ BYDയുടെ കയ്യിൽ നിന്ന് ബാറ്ററി മേടിച്ച് വണ്ടി ഇറക്കുന്നത്. നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു അത്. ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ടാറ്റ ഹാരിയറിൽ ലൈഫ് ടൈം വാറണ്ടി വരുമോ എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം ടാറ്റ ഹാരിയറിൻ്റെ എതിരാളി XEV9 ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുക്കുന്നത്. 0 to 100 6.7 സെക്കൻഡ് ആണ് ക്ലെയിം ചെയ്യുന്നത്. 500 കിലോമീറ്ററിന് മുകളിൽ ഉറപ്പായിട്ടും റിയൽ ലൈഫിൽ റേഞ്ച് കിട്ടുമെന്ന് ക്ലെയിം ചെയ്യുന്നു. 682 കിലോമീറ്റർ ARAI സർട്ടിഫൈഡ് റേഞ്ച് പറയുന്നു. അങ്ങനെയെങ്കിൽ കുറച്ച് പൊക്കി വെച്ചാലേ ഹാരിയറിന് ഫീൽഡിൽ നിൽക്കാൻ പറ്റൂ. പിന്നെ ഹാരിയർ ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ മേടിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ആണ് മസ്കുലർ ആയിട്ടുള്ള ഹാരിയറിന്റെ ബോഡി. അത് തന്നെ ആയിരിക്കും ഹാരിയർ EVയിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക. എൻ്റെ ഒരു ആഗ്രഹവും ഊഹവും അനുസരിച്ച് ഫുൾ ഓപ്ഷനിൽ വൈറ്റ് കളർ ഇന്റീരിയർ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. നമ്മൾ കെർവിൽ കണ്ട പോലെ ഡ്യുവൽ ടോൺ ഒരു ബീജ് സെറ്റപ്പിലുള്ള സീറ്റും ബീജ് സെറ്റപ്പിലുള്ള ഒരു ഡാഷ്ബോർഡൊക്കെ ആയിരിക്കും. തൊട്ട് താഴെ അക്കംപ്ലിഷ്ഡ് മോഡലിലോ താഴെയൊക്കെ ആയിട്ട് റെഡോ അല്ലെങ്കിൽ മെറൂണോ പച്ചയോ ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കളേഴ്സ് പ്രതീക്ഷിക്കാം. ഹാരിയർ ഡീസലിലുള്ള എല്ലാ കളേഴ്സും ഒന്നും ഇതുവരെ EVയിലുണ്ടെന്ന് കേൾക്കുന്നില്ല. പക്ഷേ ബ്ലാക്കും ബ്ലൂവും വൈറ്റും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പച്ച എനിക്ക് തോന്നുന്നു നമ്മൾ ഓട്ടോ എക്സ്പോയിൽ കണ്ടിട്ടുണ്ട്. ചാൻസ് ഇല്ലാന്നില്ല. മേ ബി പുതിയ എന്തെങ്കിലും എഡിഷനൊക്കെ ആയിട്ട് അവരിറക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 30 ലക്ഷത്തിന് താഴെ അത്യാവശ്യം കുഴപ്പമില്ല, അല്ലെങ്കിൽ 30-31 ലക്ഷത്തിന് താഴെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേരിയൻറ്റ് നമുക്ക് ഹാരിയർ EV എടുക്കാം. ഓൾ വീൽ ഡ്രൈവ് ആണ്. സോ EVയിലെ ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ടോർക്കി ആയിരിക്കും, അത്യാവശ്യം പവറുള്ള സാധനമായിരിക്കും. 2 സൈഡിൽ മോട്ടറൊക്കെ വെച്ചിട്ട് ജിൽ സാധനമായിരിക്കും. ഒരു പൊളപ്പൻ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഹാരിയറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തൊട്ടപ്പുറത്ത് റിയർ വീൽ ഡ്രൈവ് ഒക്കെ വെച്ചിട്ട് XEV നല്ല കിണ്ണം കാച്ചി പവർ ഫിഗറോട് കൂടി അവിടെ കിടപ്പുണ്ട്. 500 എണ്ണം ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് ഹാരിയർ EVയുടെ ലീക്കിൽ നിന്ന് കിട്ടുന്നത്. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് സംഭവം കിടക്കും. അറൗണ്ട് ഇനി ഒരു 2 ആഴ്ച നമുക്ക് വെയിറ്റ് ചെയ്താൽ മതിയായിരിക്കും. 2 ആഴ്ചക്കുള്ളിൽ ഈ പറഞ്ഞ ഹാരിയർ EV നമുക്ക് റോഡിൽ കാണാം. ഓക്കെ, കമന്റ് സെക്ഷനിൽ പറ എത്ര പേരാ ഹാരിയർ EVക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? അതോ 30 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഹാരിയർ EV അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് വണ്ടി എടുക്കും? ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വീഡിയോ കാണാം.